എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു പൊതുവായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. അതായത് കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്നെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല, എങ്കിൽ പോലും എന്നെ സംബന്ധിക്കുന്ന കാര്യവുമാണ്. നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നതൊക്കെ നമ്മളെയും കൂടി സംബന്ധിക്കുന്നതാണല്ലോ അല്ലേ. ഞാൻ പറയാൻ വരുന്നത് രേണു സുധി എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. എനിക്ക് ആ കുട്ടിയെ ഒരു സ്ത്രീയെക്കുറിച്ചെന്നോ അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഒരു പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി, ആ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അവരുടെ ഭർത്താവ് മരിക്കുന്നിടം വരെ ഒരു അപകടത്തിൽപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത്. ഒരു കലാകാരനായിരുന്നു. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടിയിലെ ഒരു കലാകാരനായിരുന്നു. ഞാൻ ഈ സ്റ്റാർ മാജിക്കൊന്നും കാണാറില്ലായിരുന്നു, എങ്കിലും ചില 1-2 എണ്ണമൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ കണ്ടത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഈ കുട്ടി അദ്ദേഹവും അവരുടെ 2 കുട്ടികളുമായിട്ട് വന്നതിൽ നിൽക്കുന്ന കണ്ടതുകൊണ്ട് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും ഞാൻ കാണുകയും ചെയ്തതാണ്. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അവരെക്കുറിച്ച്. കേട്ടോ, കലാകാരന്മാരൊക്കെ നല്ല സാമ്പത്തിക ശേഷി അത്യാവശ്യം ഉള്ളവരാണല്ലോ. ഇവർക്കൊന്നുമില്ല, വലിയ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഈ കൊറോണയുടെ കാലമായപ്പം ഇവർക്കൊന്നും ചാൻസസ് ഇല്ലാതെയും പോയല്ലോ. അപ്പോൾ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കലാകാരൻ്റെ കുടുംബം. പിന്നീട് ഞാൻ എൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് അതിലേക്ക് പോകാൻ കാരണം, അതായത് അദ്ദേഹം ഒരു അപകടത്തിൽ മരിച്ചു. ഒരു സ്വാഭാവികമായിട്ട് അസുഖങ്ങളൊക്കെ വന്ന് കിടന്നുള്ള ഒരു മരണമല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അത് പിടിച്ചു ഉലച്ചു. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ രംഗം കാണുകയും കൂടി ചെയ്തതാണല്ലോ. അതുകൊണ്ട് അന്നേരം മുതലേ എനിക്ക് ഭയങ്കര വിഷമമായി. 2 കൊച്ചു കുഞ്ഞുങ്ങളും ഈ കുട്ടിയും കൂടെയുള്ള ആ കരച്ചിലും അവിചാരിതമായിട്ട് പെട്ടെന്ന് ഏറ്റ ഷോക്കും, ആ ഷോക്കിൽ അത് കാണിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും പോലും ഇവിടെ ചൂഷണം ചെയ്ത ആളുകൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ വിറ്റ് മുതലെടുക്കുന്ന കുറേ ആളുകൾ. ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇവിടെ. അപ്പോൾ ഈ കുട്ടി ഭർത്താവ് മരിച്ചതിന് ശേഷം ഏതൊക്കെ സംഘടനകൾ ചേർന്നൊരു വീട് വെച്ച് കൊടുത്തു. ഒരു വീടായതുകൊണ്ട് അവരുടെ ജീവിതമായില്ലല്ലോ. കയറിക്കിടക്കാനൊരു വീടെന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഭക്ഷണവും കഴിക്കണമല്ലോ. അപ്പോൾ ഏതോ ഒരു നാടക കമ്പനിക്കാർ അതിനെ വിളിച്ച് ഒരു ചാൻസ് കൊടുത്തു. അതിനെ അഭിനയിക്കാനും ഒന്നും അറിയില്ല. അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയൊന്നും അഭിനയം പഠിച്ചിട്ടുമില്ല. അയാൾ ഉണ്ടായിരുന്നിടത്തോളം കാലം അത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടി. എല്ലാ കാര്യവും അദ്ദേഹം ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞ ഒരു കുട്ടി. ഇവരുടെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ടാണ് ഏതോ കലാകാരന്മാർ പരിചയപ്പെടുത്തി ഒരു നാടകത്തിൽ കൊണ്ട് അതിനെ വിട്ടു. അതിന് കഴിയുന്ന പോലെ അത് ചെയ്തു. അതിൽ കുറേ പേര് നെഗറ്റീവ് പറയാനൊക്കെ ഉണ്ടായി. ഈ നെഗറ്റീവിൽ കൂടെ അത് കയറിപ്പോയി സത്യത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സീരിയലാണോ അറിയില്ല, ഈ ഷോർട്ടൊക്കെ ഇടുന്ന ഒരു സംവിധായകൻ, ഒരു സിനിമാ സംവിധായകനല്ല, ഒരു സംവിധായകൻ അവരെ വിളിച്ചിട്ട് ഇവരോടുള്ള വിഷമം കൊണ്ടും സിമ്പതി കൊണ്ടുമാണ് അവർക്ക് ചാൻസ് കൊടുത്തു. അവരതിലിങ്ങനെ കഴിയുന്ന രീതിയിൽ അത് ചെയ്യുന്നു. അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിനയ ചക്രവർത്തിമാരായിരിക്കുന്ന പലരും അവരുടെ ആദ്യകാലത്തെ പടം, ഞങ്ങളൊക്കെ 10-60 കൊല്ലം മുമ്പത്തെ പടങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അത് കണ്ടാൽ അതിൽ എത്രയോ ബെറ്ററായിട്ട് ഈ കുട്ടി ഇപ്പോൾ അഭിനയിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. തുടക്കത്തിൽ എല്ലാവരും തുടക്കത്തിൽ അത്ര വലിയ മന്യന്മാരൊന്നും ആയിരുന്നില്ല അല്ലേ. എത്ര പ്രാവശ്യം വീണിട്ടാണ് ഒരാൾ നടക്കാൻ പഠിക്കുന്നത് എന്ന പോലെ ഇത് ജീവിക്കാനുള്ളൊരു മാർഗം എന്നോണം ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോന്നു. എന്നത് തുടങ്ങിയോ അന്ന് മുതൽ അതിൻ്റെ പിന്നാലെ കൂടി അതിനെ ഇങ്ങനെ ഹരാശ് ചെയ്ത് അതിനെ ദുരിതത്തിലാക്കുകയാണ്. ആ 2 കുട്ടികളുടെ മുഖം ആലോചിച്ചാൽ
ഈ എഴുതി വിടുന്നവർക്കൊന്നും ഇത് സാധിക്കില്ല, മനസാക്ഷിയുള്ളവർക്ക് സാധിക്കില്ല. അതിലൊരു ചെറിയ കുട്ടിയാണെങ്കിൽ കൊച്ചു കുഞ്ഞ് മിടുക്കനായിട്ടുള്ളൊരു കുട്ടി, അതാണ് എനിക്ക് അത്ഭുതം. മിടുക്കൻ. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് വളർത്താൻ സാധ്യത ഉണ്ടായേനെ. ഇപ്പോഴും ആ കുട്ടി അതിൻ്റെ കഴിവ് വെച്ചിട്ട് ആ 2 പിള്ളേരും നന്നായിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുട്ടികളെയും ഭർത്താക്കന്മാരെ ഇട്ടേച്ച് പോകുന്ന, അല്ലെങ്കിൽ അവരെ കൊന്നേച്ച് വേറെ പുരുഷന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ നാട്. ഇത് ഭർത്താവ് മരിച്ചിട്ടും ആ കുട്ടികളെയും കുടുംബത്തെ സംരക്ഷിച്ച് അവർക്ക് പറ്റുന്ന രീതി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അവർ ചെയ്യുന്ന ഓരോ പിന്നെ ഷോർട്ടായാലും റീലായാലും എന്തു തന്നെ ആയാലും അതിൻ്റെ എല്ലാം താഴോട്ടങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പാവം അതിനെ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്. അതിൻ്റെ ഭർത്താവിൻ്റെ പേര് വെച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് മരിക്കുമ്പോൾ ഏറ്റവും അധികം നഷ്ടം വരുന്നത് ഭാര്യയ്ക്കും അയാളുടെ മക്കൾക്കുമാണ്. ഒരു പുരുഷൻ മരിക്കുമ്പോൾ അയാളെ കൊണ്ട് ഏറ്റവും നഷ്ടം വരുന്നത് അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ തന്നെയാണ്. ഇത് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ഇപ്പോൾ അയാളുടെ ആൾക്കാരാണ്. ഇവരയാളുടെ ആൾക്കാരല്ല. അയാളുടെ പേര് പോലും ഇവർ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. പിന്നെ സകല ചാനലുകാരും ഒരു മൈക്കും തൂക്കി പിടിച്ച് ക്യാമറയുമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്നുകൊള്ളുക. എന്നിട്ട് ഇതിൻ്റെ വായിൽ നിന്ന് എന്ത് വീഴുന്നോ അത് ഒപ്പിയെടുക്കുക, അത് കൊണ്ടുപോയി അതിനെ അവർക്ക് വേണ്ടുന്ന ഭാഗം, നല്ല ഭാഗമുള്ള കളഞ്ഞിട്ട് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ പടച്ചു വിടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു കുട്ടിയായിരുന്നെങ്കിലും, അയ്യോ എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ, വേറെ ഏതൊരു കുട്ടികളായിരുന്നെങ്കിലും ഏതൊരു സ്ത്രീകളായിരുന്നെങ്കിലും അവർക്ക് മാനസികമായ ബുദ്ധിമുട്ട് ഒരുപാട് സംഭവിച്ച് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയേനെ. ഇത് അവൾ മിടുക്കിയായതുകൊണ്ടല്ല, അവൾക്ക് ജീവിച്ചേ പറ്റൂ. അതിനെ മരിക്കാൻ പോലും സാവകാശമില്ലാത്ത ഒരു പാവം കുട്ടി അതെന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അന്ധകാരമായി ആര് നോക്കും അതുങ്ങളെ? ഇതൊന്നും എഴുതി വിടുന്നവർ ചിന്തിക്കുന്നില്ല. ഇവർക്കിതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? അതോ ആ കുട്ടിയെ പല്ലി ഓന്ത കരണം എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത് അതിൻ്റെ വീഡിയോയുടെയൊക്കെ അടിയിൽ വന്നിട്ട്. ആ കുട്ടിയെ കാണാൻ അത്യാവശ്യം നല്ലൊരു കുട്ടിയാണ്, ഒരു പ്രസവിച്ച കുട്ടിയാണ്. അതിൻ്റെ ശരീരം, അതിൻ്റെ മനസ്സ്, അതിൻ്റെ വയറും ഒന്നും കണ്ടാൽ തോന്നുകയില്ല. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലുള്ള ശരീരം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയെ നോക്കിയാൽ തുറന്നാൽ ഏതെല്ലാം രീതിയിലുള്ള വസ്ത്രധാരണങ്ങളും വസ്ത്രമേ ഇല്ലാതെയും എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലേഡീസും ജെൻസും ഒക്കെ. അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഇതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഈ കുട്ടിക്ക് അത്യാവശ്യം സൗന്ദര്യമുള്ളൊരു കുട്ടി, അതിൻ്റെ കണ്ണൊക്കെ കാണാൻ എന്ത് രസമെന്നറിയോ. പിന്നെ അപാകതകൾ എല്ലാവർക്കും ഉണ്ടാകും. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു കുടുംബ ചിത്രത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് കിടപ്പറ രംഗങ്ങൾ പങ്കുവെക്കുന്നില്ലേ? അതൊക്കെ അത് കഴിഞ്ഞ് അവർ പോയി, അല്ലാതെ അവർ പിന്നെ അവിടെ കിടക്കുകയൊന്നുമല്ല എന്ന് പറഞ്ഞത്. അതൊക്കെ എല്ലാവരും കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി കൈയടിച്ചിരുന്നവരൊക്കെ ഇനിയിപ്പോൾ ഈ കുട്ടി ആരെങ്കിലും ഒരാളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ അങ്ങോട്ട് പോയി എല്ലാം അതിൻ്റെ പകർത്തിയെടുക്കാൻ കുറേ പേരും ഒപ്പിയെടുക്കാൻ കുറേ പേരും അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ച് വിമർശിക്കാനും, വിമർശിക്കുന്ന പോട്ടെ, അതിന് പ്രയോജനം വരുന്ന രീതിയിൽ അതിനെ വിമർശിക്കട്ടെ. അതിനെ കൊല്ലുന്ന രീതിയിൽ എന്തിനാണ് ഞാൻ വിമർശിക്കുന്നത്? ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു വളരെ ചെറുപ്പമാണ്. അത് ആ കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് വേറെ വിവാഹം കഴിച്ചിട്ടില്ല. അത് ഒരു മോശമായ ഒരു സ്ത്രീക്ക് പാടില്ലാത്ത ഒന്നും അത് ചെയ്തിട്ടില്ല. അത് കഞ്ചാവ് കച്ചവടത്തിന് പോയിട്ടില്ല. അത് മറ്റു വൃത്തികെട്ട കാര്യങ്ങൾക്കൊന്നും അത് പോയിട്ടില്ല. ആരെയും കൊന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്? വേറൊന്ന്, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നിട്ട് അതിൻ്റെ പിന്നാലെ വന്ന് കിടന്ന് തോന്നിയവാസം എഴുതി വിടുക. ഈ പറയുന്നവരൊക്കെ അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നവരൊക്കെ, മോശമായിട്ട് എഴുതുന്നവരൊക്കെ ഇത്ര വലിയ സൗന്ദര്യം തുളുമ്പുന്നവരാണ്.
ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ ഈശ്വരൻ ഓരോ രീതിയിൽ ഓരോ ഓരോ ജീവൻ കൊടുക്കുന്നു. നമ്മുടെ പൂർവികരെ പോലെയോ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെയോ നമ്മുടെ മാതാപിതാക്കളെ പോലെയൊക്കെ നമ്മളിരിക്കുകയുള്ളൂ. എല്ലാം ഈ ഭൂമിയിൽ സൗന്ദര്യമില്ലാത്ത ഒന്നുമില്ല. എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട്. ആരും ആരേക്കാൾ മോശവുമല്ല. ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് ധൈര്യമായിട്ട് നിൽക്കാൻ കഴിവില്ലാത്ത ധൈര്യമില്ലാത്ത ആളുകളാണ് ഈ കുട്ടിയെ വിമർശിക്കുന്നത്. അവളിപ്പം പുരോഗമിച്ച് വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട സംഭവമാണ്. അതാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ വേദനപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനാണ് ഈ കുട്ടിയുടെ പേര് കൂടി എടുത്തു പറയുന്നത്. അല്ലാതെ ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് എൻ്റെ വല്ല വീഡിയോയിലൊക്കെ. അതൊന്നും ആർക്കും അത്ര തലയിൽ കയറിയിട്ടില്ല. ഈ കുട്ടിയുടെ അമ്മ ആ അമ്മയുടെ അടുത്തും ചാനലുകാർ പോയിരിക്കുകയാണ്. എന്നിട്ട് ആ അമ്മയുടെ സംസാരവും ആ അമ്മയും ഇതിൻ്റെ മൂത്ത കുട്ടി മകനും അമ്മയും കൂടെ നിന്ന് ഈ കുട്ടിയുടെ അമ്മയും കൂടെ നിന്നാണ് ഒരു ഇൻ്റർവ്യൂ. ദൈവമേ, സങ്കടം വന്നു കേട്ടോ. ആ അമ്മയുടെ സംസാരവും ആ അമ്മയും കൂടെ കണ്ടപ്പോൾ. ആ അമ്മ സുന്ദരിയാണ്. ഈ സുധിയെപ്പോലെ അമ്മ ഇരിക്കുന്നത്. നല്ല സുന്ദരിയായ സ്ത്രീ. അവരുടെ ഒരു നിസ്സഹായതയും നിഷ്കളങ്കതയും ആ കുഞ്ഞിൻ്റെ ഒരു നോക്കൂ, എങ്ങനെയെല്ലാം വിലസണ്ട ഒരു പയ്യനത്. ആ പ്രായം അഡോളസൻറ്റ് സ്റ്റേജിലേക്ക് കടന്നു അവൻ. കഷ്ടം. ആ കുട്ടിയുടെയൊക്കെ അമ്മ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണോ, അമ്മ തിരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണോ, അമ്മ അങ്ങോട്ട് തിരിയുന്ന ഇഷ്ടമാണോ, അമ്മയുടെ അഭിനയം ഇഷ്ടമാണോ? എന്താ ഒരു കുട്ടിയോട് ഒരു അമ്മയെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവർക്കിതൊക്കെ എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം? പിന്നെ എനിക്ക് സുധിയോട് പറയാനുള്ളത്, മോളെ, നീ ഈ ക്യാമറയും തൂക്കി വരുമ്പോൾ ഇനിയെങ്കിലും ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കരുത്. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കുഞ്ഞെ നീ എന്തിനാ മറുപടി കൊടുക്കുന്നത്? നിന്നെ കൊല്ലുന്ന ചോദ്യങ്ങളല്ലേ ഇവരൊക്കെ ചോദിക്കുന്നത്? അത് പാവം, കഷ്ടം തന്നെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ കുട്ടി അതിന് പറ്റുന്ന ജോലി അത് ചെയ്യുന്നത്. അതിപ്പോൾ അഭിനയ ചക്രവർത്തി ഒന്നും അല്ലത്. അതിന് അഭിനയിക്കാൻ പറ്റുന്ന പോലെ ചെയ്യട്ടെ. കഴിയുന്ന രീതിയിൽ അത് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ വളർത്തി ആ കുടുംബം നോക്കി അത് ജീവിക്കട്ടെ. എന്തിനാണ് അതിൻ്റെ പിന്നാലെ നടന്നിങ്ങനെ നിങ്ങൾ ശല്യം ചെയ്യുന്നത്? ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് ഇത്രയൊന്ന് പറയണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മളാരും വിമർശനത്തിന് അതീതരല്ല. വിമർശിക്കുകയും ചെയ്യാം. പക്ഷെങ്കിൽ ഒരു കുട്ടിയുടെ അതിനെ കണ്ടാൽ നമുക്കൊന്നും പറയാൻ തോന്നുകയില്ല. അത് ചെയ്യുന്ന എല്ലാം കുഴപ്പങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു അമ്മയെന്നുള്ള നിലയിൽ, ഒരു മുത്തശ്ശി എന്നുള്ള നിലയിൽ, ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ അതിനെ അങ്ങ് വിട്ടേക്കൂ. അത് ജീവിക്കട്ടെ, ആ കുടുംബം പുലർത്തട്ടെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.